മണർകാട് കാർണിവൽ അപകടം ഇടവക പ്രശ്നം പരിഹരിച്ചു. മാതാവ് സദ്ബുദ്ധി തോന്നിപ്പിച്ചത് കൊണ്ടാണോ ഇടവക ജനങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണോ എന്നറിയില്ല, മണർകാട് പള്ളിയുടെ ഭരണസമിതി ഒടുവിൽ ആ പ്രശ്നം വേണ്ട പോലെ പരിഹരിച്ചു. ഇക്കഴിഞ്ഞ മെയ് മാസം മണർകാട് പള്ളിയുടെ കോമ്പൗണ്ടിൽ നടത്തിയ മണർകാട് കാർണിവലിൽ മെയ് 4-ന് ആകാശ ഊഞ്ഞാലിൽ നിന്ന് വീണ് ടിനു ഫിലിപ്പ് എന്ന വീട്ടമ്മയ്ക്ക് ഗുരുതര അപകടം ഉണ്ടാകുകയും കാരിത്താസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അവർക്ക് പൂർണ്ണ ചികിത്സാ സഹായം വാഗ്ദാനം ചെയ്ത ഇടവക മാനേജിംഗ് ട്രസ്റ്റികൾ വാക്കുപാലിച്ചില്ല എന്നത് സംബന്ധിച്ച് 3 എപ്പിസോഡുകളായി ITV ന്യൂസ് വാർത്ത നൽകിയിരുന്നു. ഈ വാർത്തകളെ തുടർന്ന് ഇക്കഴിഞ്ഞ ഞായറാഴ്ച മണർകാട് സെയിന്റ് മേരീസ് കത്തീഡ്രലിൽ ഇടവക പൊതുയോഗം വിളിച്ചുകൂട്ടി ചർച്ച ചെയ്യുകയും അടിയന്തരമായി കാരിത്താസ് ആശുപത്രിയിൽ അടച്ചു തീർക്കുവാനുള്ള മുഴുവൻ തുകയും അടച്ച് അവരെ സഹായിക്കുവാനും പൊതുയോഗം ഐക്യകണ്ഠേന തീരുമാനമെടുക്കുകയും ചെയ്തു. ഇന്നലെ ഞായറാഴ്ച തന്നെ ഇടവക ഭരണസമിതി ആ തീരുമാനം നടപ്പിലാക്കുകയും ചെയ്തു. ട്രസ്റ്റിമാർ കാരിത്താസ് ആശുപത്രിയിൽ പോയി ബാക്കി കൊടുക്കുവാനുണ്ടായിരുന്ന 4,46,000 രൂപയുടെ ഫെഡറൽ ബാങ്ക് മണർകാട് ശാഖയുടെ 10068,460 നമ്പർ ചെക്ക് 22/6/2025 രേഖപ്പെടുത്തി നൽകുകയുണ്ടായി. PROയിൽ നിന്നും രസീതും വാങ്ങി ഞങ്ങൾക്കത് ഉടനെ തന്നെ അയച്ചു തരികയും ഉണ്ടായി. ഇതാണ് ആ റെസിപ്റ്റ്. മാത്രമല്ല പള്ളി പൊതുയോഗ തീരുമാനവും കൈക്കൊണ്ട നടപടികളും അവർ സഭയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ആ പ്രസ്താവന ഞാനൊന്ന് വായിക്കാം. മണർകാട് കാർണിവലിൽ അപകടത്തിൽപ്പെട്ട യുവതിയുടെ ചികിത്സയ്ക്ക് മണർകാട് പള്ളിയിൽ നിന്നും സഹായം. പ്രിയരെ, ഈ വർഷത്തെ മണർകാട് കാർണിവലിൽ ശ്രീ മുഹമ്മദ് റഫി എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിൽ മണർകാട് പള്ളിവക സ്ഥലം വാടകയ്ക്ക് ഏറ്റെടുത്ത് നടത്തപ്പെട്ട അമ്യൂസ്മെന്റ് പ്രോഗ്രാമിന്റെ ഒരിനമായ ജാൻവീൽസിൽ നിന്ന് മെയ് 4-ന് വീണ് പരിക്കേറ്റ ശ്രീമതി ടിനു ഫിലിപ്പ് എന്ന യുവതിയുടെ കാരിത്താസ് ഹോസ്പിറ്റലിലെ ചികിത്സാ ചെലവുകളിൽ ബാക്കി നൽകുവാനുള്ള തുക മണർകാട് പള്ളിയിൽ നിന്നും നൽകുവാൻ ഇന്ന് 22/6/2025 കൂടിയ അടിയന്തര ഇടവക പൊതുയോഗം തീരുമാനിച്ചു. അപകടത്തിൽ പരിക്കേറ്റ യുവതിയുടെ അടിയന്തര ചികിത്സാ ചെലവുകൾ 4.5 ലക്ഷം രൂപയും ബൈസ്റ്റാൻഡർക്ക് താമസിക്കുവാനുള്ള റൂമിന്റെ വാടക ഇനത്തിൽ 7,500 രൂപയും ഉൾപ്പെടെ 4,57,500 രൂപ മേൽപ്പടി കോൺട്രാക്ടർ കാരിത്താസ് ഹോസ്പിറ്റലിൽ അടച്ചിരുന്നു. മണർകാട് കാർണിവലായി ബന്ധപ്പെട്ട് നടത്തിയ വിവിധ പരിപാടികൾക്ക് വ്യക്തമായ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്. ആയതിൻ പ്രകാരം അപകടം സംഭവിച്ച വ്യക്തിക്ക് ഹോസ്പിറ്റൽ ചികിത്സാ ചെലവിന് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെന്നാണ് കരാറിൽ ഏർപ്പെട്ടിരുന്നവർ പള്ളിയിൽ അറിയിച്ചിരുന്നത്. ആശുപത്രിയിലെ ചികിത്സാ ചെലവുകൾ സംബന്ധിച്ചുള്ള ബില്ലുകളും മറ്റും ഇൻഷുറൻസ് ഏജൻസിയിൽ നിന്നും ഈടാക്കാനുള്ള കോൺട്രാക്ടറുടെയും അപകടത്തിൽ പരിക്കേറ്റ സ്ത്രീയുടെ കുടുംബാംഗങ്ങളുടെയും നടപടികളിൽ കാലതാമസം നേരിടുന്നു എന്ന് കാരിത്താസ് ഹോസ്പിറ്റലിൽ നിന്നും പള്ളിയിൽ അറിയിച്ചതിനെ തുടർന്നാണ് ഹോസ്പിറ്റൽ ബില്ലിൽ ബാക്കി നൽകുവാൻ ഉള്ള തുക മണർകാട് പള്ളിയിൽ നിന്നും നൽകുവാൻ ഇന്ന് കൂടിയ ഇടവക പൊതുയോഗം ട്രസ്റ്റിമാരെ ചുമതലപ്പെടുത്തിയത്. മണർകാട് പള്ളിക്ക് ഈ വിഷയത്തിൽ നിയമപരമായ ഉത്തരവാദിത്വമൊന്നുമില്ലെങ്കിലും ഇന്ന് ഇടവക പൊതുയോഗം കൂടുകയും മാനുഷികമായ പരിഗണനയിൽ ചികിത്സാ ചെലവിനത്തിൽ കാരിത്താസ് ഹോസ്പിറ്റലിൽ ബില്ല് പ്രകാരം ബാക്കി നൽകുവാൻ ഉണ്ടായിരുന്ന തുക പള്ളിയിൽ നിന്നും നൽകുന്നതിന് ഇടവക പൊതുയോഗം ഏകകണ്ഠമായി തീരുമാനമെടുത്തു. ഇടവക പൊതുയോഗ തീരുമാനപ്രകാരം കാരിത്താസ് ഹോസ്പിറ്റലിൽ ബാക്കി അടയ്ക്കുവാനുള്ള 4,46,000 രൂപയുടെ ചെക്ക് ട്രസ്റ്റിമാർ ഇന്ന് കാരിത്താസ് ഹോസ്പിറ്റലിൽ പോയി PROയ്ക്ക് നേരിട്ട് കൈമാറിയിട്ടുണ്ട്. പള്ളിയുടെ കീഴ്വഴക്കം അനുസരിച്ച് ഇപ്രകാരം ആർക്കെങ്കിലും ധനസഹായം നൽകണമെങ്കിൽ ആവശ്യം അറിയിച്ചുള്ള ബന്ധപ്പെട്ടവരുടെ കത്ത് പള്ളിയുടെ ഔദ്യോഗിക സമിതികൾ ചർച്ച ചെയ്ത് ആണ് തീരുമാനം കൈക്കൊള്ളുന്നത്. എന്നാൽ മേൽപ്പടി വിഷയത്തിൽ അപേക്ഷ പോലും ലഭിക്കാതെ മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിൽ ഇടവക പൊതുയോഗം അടിയന്തരമായി കൂടിയാണ് തീരുമാനം കൈക്കൊണ്ടത്. ട്രസ്റ്റിമാർ, സെക്രട്ടറി ആ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി വേഗത്തിൽ തന്നെ ഇപ്രകാരം ഒരു തീരുമാനമെടുത്ത് അവരുടെ പ്രശ്നം പരിഹരിച്ച മണർകാട് ഇടവക ജനങ്ങളോടും ആ തീരുമാനം നടപ്പിലാക്കിയ ഭരണസമിതിയോടുമുള്ള ഞങ്ങളുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. തെറ്റുകളും കുറവുകളും മനുഷ്യ സഹജമാണ്. ചില കാര്യങ്ങളിൽ നമുക്ക് അറിഞ്ഞോ അറിയാതെയോ ചില വീഴ്ചകൾ വന്നു പോയാൽ അത് ചൂണ്ടിക്കാണിക്കുന്നത് ആരാണെന്ന് നോക്കാതെ അത് മനസ്സിലാക്കുകയും പരിഹരിക്കുകയും ചെയ്യുക എന്നതാണ് പരമപ്രധാനം. ഈ പ്രവൃത്തിയിലൂടെ വിശുദ്ധ ദൈവമാതാവായ കന്യകമറിയാമിന്റെ നാമത്തിലുള്ള ആ ദൈവാലയത്തിൻ്റെ അന്തസ്സും വിശ്വാസ്യതയുമാണ് നിങ്ങൾ ഉയർത്തിപ്പിടിച്ചത്. ഇനിയുള്ള വർഷങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വെക്കണമെന്ന കാര്യം മാത്രം ഓർമ്മപ്പെടുത്തുന്നു. ഇനി നമുക്ക് ടിനു ഫിലിപ്പിനുണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മോട് വെളിപ്പെടുത്തിയ ബന്ധുവായ എബ്രഹാം ജോർജിന്റെ വാക്കുകൾ കേൾക്കാം. ആദ്യമേ
സുനിലിന് നന്ദി പറയുന്നു. ഈ ന്യൂസ് ഇട്ടതിൻ പ്രകാരം നമുക്ക് കിട്ടിയ ഇതിൽ നിന്ന് നാണക്കേടിൽ നിന്ന് നമ്മളെ ഒഴിവാക്കിയതിൽ ഒന്ന്. രണ്ടാമത് അവിടുത്തെ മണ്ണുകാട് ഇടവാംഗങ്ങളോട്, ഭരണസമിതിയോടല്ല ഇടവാംഗങ്ങൾക്കുള്ള നന്ദി. അവർക്ക് ഈ കാര്യം അറിയത്തില്ലായിരുന്നു. ഞാൻ ന്യൂസ് കൊടുത്തപ്പോഴാണെങ്കിലും അവിടുത്തെ ഇടവാംഗങ്ങളെ ഒരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു അമ്മയോ പെങ്ങളോ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് അത് സഭയുടെ ഇതായിട്ട് ചിത്രീകരിക്കരുത് ആരും. അത് നിങ്ങൾ ആരും ന്യൂസ് ഇട്ടാലും അത് വേദനിക്കുന്നത് ഞങ്ങൾക്ക് തന്നെയാണ്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ആ കാരിത്താസിലെ എമൗണ്ട് അടച്ചു തീർത്തതിന് നന്ദി. ഇനി മേലും ആർക്കും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവരുത്. ചെയ്യുന്നതിന് മുമ്പ് ആരോടെങ്കിലും പറയുന്നതിന് മുമ്പ് അവിടെ പള്ളിയുടെ ഭരണസമിതിയിലുള്ളവരോടും പൊതുജനങ്ങളോടും, അതായത് ഇടവക ജനങ്ങളോടും ചോദിച്ചിട്ട് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് ചെയ്തു കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ആകുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞുണ്ട്. അത് ഈ ന്യൂസ് പള്ളിക്കെതിരായിട്ടൊന്നും ഇട്ടതല്ല, അവർ ഫോൺ എടുക്കാതെ വന്നപ്പോഴത്തേക്ക് ഇട്ടു എന്നുള്ളൂ. പള്ളി എന്ന് പറയുന്നു അത് നമ്മുടെ പള്ളിയും കൂടെയാണ്. നമ്മളവിടെ 8 നോയമ്പ് ഞങ്ങളും എടുക്കുന്നതാണ്, പള്ളിയിൽ വരുന്നതും എടുക്കുന്നതുമാണ്. പള്ളിക്ക് വേദനിക്കുന്ന ഒരു രീതിയിലല്ല നമ്മളത് ഇട്ടിരുന്നത്. പക്ഷെ ഭരണസമിതി അത് നമ്മളോട് വന്ന് പറഞ്ഞിട്ടും ഈ 50,000 രൂപ കൊണ്ടുപോയി തരുന്ന സമയത്ത് നമ്മളോട് ഇത് പറഞ്ഞില്ല. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് ആ സമയത്തെങ്കിലും പറയുകയായിരുന്നെങ്കിൽ ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോയേനെ. അത് പറയാതെ ഞങ്ങളിപ്പോൾ വരും കൊടുക്കും എന്ന് പറഞ്ഞ് നീട്ടിയത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്. അതിന് ഏതെങ്കിലും അവിടുത്തെ ഇടവാങ്ങൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ക്ഷമ പറയും. മണ്ണർകാട് പള്ളി ഈ പ്രശ്നം മാന്യമായി പരിഹരിച്ചു. എന്നാൽ പാവപ്പെട്ട ഒരു അനാഥവൃദ്ധയെ കബളിപ്പിച്ച് 3 കോടി തട്ടിയ വരാല് തോമ എന്ന നാണംകെട്ടവനും അവൻ്റെ സഭയും ഇപ്പോഴും നാട്ടുകാരെ പറ്റിച്ച് നടക്കുകയാണ്. സത്യനേശൻ്റെ മക്കളെ പറ്റിച്ച് കൈക്കലാക്കിയ ആ സ്ഥലത്ത് ഒരു ആസ്ഥാന മന്ദിരം പണിത്, അമ്പൂരിയിൽ സംയുക്ത വ്യഭിചാരശാല പണിത് മാന്യനായി നടക്കുകയാണ് അയാൾ. ബാലികാപീഡനം നടത്തി ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ഒരു പാതിരിയാണ് ഈ വരാലിൻ്റെ കൂട്ടുകാരൻ. ഈ നാണവും മാനവും കെട്ട വരാലിന് മനസ്സലിവുണ്ടാകുവാൻ, ആ പാവത്തിൻ്റെ കബളിപ്പിച്ച കാശ് തിരികെ കൊടുക്കുവാൻ വരാല് തോമയ്ക്ക് തോന്നുമാറാകണം എന്ന് നമ്മൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.